പറയണത് കല്യാണം കഴിച്ച പെൺപിള്ളേര് നെറ്റിയിലെ ഹൈവേയില് കൊങ്കുമം കൊണ്ട് റിഫ്ലക്ടർ ഒന്ന് അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർവഴി കാണായിരുന്നു. ഇനി തേവര് സിഗരറ്റ് അടിക്കാതെ ആ പെണ്ണിന് ജീവിതം ഉണ്ടോ? ചെമ്മീനിലെ സത്യന് ശീലമാകണമെന്നായിരുന്നു എന്റെ മോഹം. എല്ലാവരും കൂടി എന്നെ പരീക്കുട്ടിയാക്കി കളഞ്ഞിട്ടാ. സംഘടിക്കരുത് ചേട്ടൻ, സംഘടിച്ച് ഞാനും സംഘടിക്കും. പരീക്കുട്ടിയെ നല്ലത്. പരീക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടിയും. സത്യനെ കൊമ്പസ്രാവ് ഉണ്ടാവൂലേ? ജോസ് 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 എന്താടാ ഇത്? ചെമ്പങ്കുഞ്ഞെത്തി അടിച്ചിന്റെ കരണക്കളിയാൻ തീർക്കും. അപ്പന് വാങ്ങാൻ പറഞ്ഞ ബ്രാഡി കുടിച്ചു വന്നിരിക്കണം മദ്യപാനി. അപ്പനുള്ള കോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ? നിങ്ങൾക്കൊന്നും അറിയില്ല. എന്റെ നെഞ്ചിപ്പൊ കുത്തിപ്പൊളിച്ച അലമാര പോലെ പണിക്കറിനെ വിളിച്ചു പോയ മോനെ ഞാൻ കൊല്ലും. എന്നിട്ട് കുടിച്ചു കുടിച്ച് ചങ്കുപൊട്ടി ഞാൻ ചാവും. ഇങ്ങനെ പോയാ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ. ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പെറ്റിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. എന്നാ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തോടെ മോൻ കുടി നിർത്തി. പക്ഷെ ഇന്ന് മുതൽ ഞാനാ അപ്പൻ. അപ്പൻ എന്റെ മോനും. മോനെ എടാ ശിവ, ഒന്നിങ്ങോട്ട് വന്നേ, അല്ലെങ്കിൽ ഇവനെന്നെ മോനാന്ന് പറഞ്ഞ് പിടിച്ച് കാലിരുത്തി മുള്ളിക്കും. കുട്ട എന്ത് ചെയ്ത് പ്രായമുള്ളവരെ കാലിരുത്തി മുള്ളിക്കാമോ? കാലിന് രോഗം വരില്ലേ? കാലിഫോർണിയ. എന്താടാ ഒരു പുതിയ അഭ്യാസം? നിരാശാകാമുകന്റെ വേഷം കെട്ടി വെള്ളമൊഴിച്ച് നടന്നാലുണ്ടല്ല ചവിട്ടി ഊരമുറിച്ചുകളെ ഞാൻ. എടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില്. നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട. വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവൻ്റെ ഒരു പെണ്ണന്വേഷണം. പോടാ പോയി കിടന്നുറങ്ങ. എടാ പോയി കിടന്നുറങ്ങ. പാവം, അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. നല്ല വിഷമം കാണും അവന്. തേവരുടെ മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും. അല്ലാത്തോടത്തോളം കാലം ഒന്നിനും സമ്മതിക്കൂല. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങ. ഓ തമിഴാണല്ലേ. ഇങ്ങേ ഇങ്ങ ഇങ്ങാട്. തനിക്കെന്താ ചെവി കേട്ടൂടെ? എനിക്ക് ചെവി കേട്ടെന്ത് കാര്യം? ഈ പോത്തിന് മനസ്സിലാകണ്ടേ? അല്ലേലും ചില പോത്തുകൾ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും. ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും. പണ്ടെങ്ങാണ്ടൊരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ്. നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ. ഈ തിരുപ്പതി മൂപ്പനാരെന്ന് കേട്ടണ്ട? നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ. അയ്യാക്കൊരു മകനുണ്ട്. ഒരു 6 അടി പൊക്കത്തൊരു പീസ്. ഇൻട്രസ്റ്റ് ഉണ്ടേ പറ, നമുക്ക് ആലോചിക്കും. എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഇയാൾക്കെന്താ അത്ര നിർബന്ധം? അയ്യോ, നീ പെറ്റ് കിടക്കണ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നീ ഇങ്ങനെ നിൽക്കണ കാരണം ഒരുത്തി ജീവിതം മുട്ടി നിൽക്കുകയാണ്. അവിടെ കഴുത്തി താലി കിട്ടിയാ കെട്ടിയവനെ തേവര് തട്ടുവന്നു. എങ്കിൽ അതൊന്നും കാണണമല്ല. എന്റെ കൂട്ടുകാരൻ അവളെ കെട്ടാൻ പോയാണ്. അതങ്ങനെ എളുപ്പത്തിൽ നടക്കൂന്ന് കരുതണ്ട. ഒരിക്കൽ താലി കെട്ടിയവൻ ജീവിച്ചിരിക്കുമ്പോ അവൻ രേഖാമൂലം ബന്ധം വേർപെടുത്താതെ മറ്റൊരാളെങ്ങനെയാ അവളുടെ കഴുത്തി താലി കെട്ടുന്നത്? തേവാര് താലി കഴിക്കാൻ പറഞ്ഞപ്പോ അഴിച്ച കൊഞ്ഞാണല്ലേ അവൻ. ആ ബന്ധം അതോട് തീർന്നു. പിന്നെ എന്ത് രേഖ? അല്ല പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കിൽ അത് ഒപ്പിക്കാം. അവന്റെ 7ാം വാരി നോക്കി ഒരു 4 വെടിവഴിപാട് കഴിച്ച ചുമന്ന കളറുള്ള രേഖ തന്നെ ഒഴുകി വരും. പാറു വണ്ടി വിടും. എന്ത് കാണാൻ നിൽക്കടാ പോത്തുകളെ, പോ. உள்ள போடி அசிங்கமே. சீக்கிரம் போடு. இங்க வா. அப்பாவை தொந்தரவு பண்ணாதே. അകത്ത് വെച്ച് പുറത്ത്. നീ എന്തിനടാ ഈ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ട അപകടത്തിലാ മരിച്ചത്. എന്താ ചെയ്യാ, അച്ഛൻ്റെ ഒരു കാര്യം. സാറേ, സാറാണാ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നിലല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലോ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ പന്നി മലർത്തുകയായിരിക്കും. അതെ. ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിനെ കുറെ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ്. ഇപ്പഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ.
എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പണിക്കരെ മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു. ഇതില് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്നും മറ്റവനെ എഴുന്നള്ളിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കരെ മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ. എന്റെ കൂടെയുള്ള മറ്റവൻ താടി താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പും ഞാൻ. സേമിയ പായസോട്ടി വിളയും. സുലാൻ വാടാ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ മര്യാദ കിടക്കടാ. ഇതുപോലെ നടന്നാൽ മതിയാ. സമാനമായി ഇപ്പൊ ഞാൻ ഈ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇത് ആദ്യ. തൊമ്മച്ചനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട്. ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ്. എന്നും വെള്ളമടിച്ച് മണ്ണി കിടപ്പാണല്ല. അതേടാ, തൊമ്മം വെള്ളമടിച്ചും മണ്ണി കിടക്കും. പക്ഷെ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തൊമ്മന്റെ കൺട്രോളിങ്സ്. പോയ കാര്യം എന്തായി? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടാ വന്നത്. ഇനി ഒരു മുഹൂർത്തം കുറിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, നമ്മുടെ അവശകാമുകനോട് പോയി ഈ സന്തോഷ വാർത്ത അവനൊന്ന് അറിയിക്കണമല്ല. അവനെ ആടിനെ എത്തിച്ചിരിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആടി ആടി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറ അങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഒന്നുമില്ല. ശിവട്ട, അവനെ വിടരുത്. നീ ഇവനൊന്ന് ആശുപത്രി. നിന്റെ കല്യാണം നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേവാരുടെ കലി അടങ്ങാത്തത്.
അയാൾക്കടെ എല്ലാ കലി ഇതോടുകൂടെ അടങ്ങും. എന്താണ് നോക്കിക്കണത്? വായിക്കണ കെട്ടിമേളം. വണ്ടി എടുത്ത് മാറ്റാം. വേണ്ട, അയാളെ ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ടെന്നോ? നിന്നെ ബലമായി പിടിച്ചു നിർത്തി താലിയിട്ട് ഇവനെ പിന്നെ ജീവനോടെ വെച്ചേക്കണോ? എന്റെ പൊന്നുപുള്ളിയെ ബലമായിട്ടൊന്നുമല്ല, ഈ പാറക്കുട്ടിയുടെ സമ്മതത്തോടെ തന്നെയാ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലവ്. വെട്ടി നുറുക്കണ ഇവനെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അയാൾ പറഞ്ഞത് ശരിയാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. എന്റെ സമ്മതത്തോടു കൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല്.